അവാർഡാണ്, കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം ഫിലിം ആൻഡ് റൈറ്റേഴ്സ്. 2018 അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്ത സംവിധായകൻ ശ്രീ കുമാർ ഷഹാരി, മലയാള സിനിമ പിന്നിട്ട വഴികൾ, ഗ്രന്ഥകർത്താവ് എം ജയരാജ്, രചയിതാവിന് 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. മികച്ച ചലച്ചിത്ര ലേഖനം വെള്ളിത്തിരയിലെ അവരും നമ്മളും തമ്മിലെത്തി, ലേഖകൻ ബ്ലേസ് ജോണി, രചയിതാവിന് 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂറിയുടെ പ്രത്യേക പരാമർശമുണ്ട്. അത് 3 പേർക്കാണ്. ചലച്ചിത്ര ഗ്രന്ഥം കന്യകയുടെ ദുർനടപ്പുകൾ, ഗ്രന്ഥകർത്താവ് MV മുഹമ്മദ് ഷാഫി, രചയിതാവിന് ശില്പവും പ്രശസ്തി വസ്തു. പ്രത്യേക ജൂറി പരാമർശം പിന്നെ ചലച്ചിത്ര ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. മലയാള സിനിമയിൽ നോവൽ, ഗ്രന്ഥകർത്താവ് സുനിൽ സി, രചയിതാവിന് ശില്പവും പ്രശസ്തി പത്രവും. ചലച്ചിത്ര ലേഖനത്തിന് തന്നെ ഒരു ജൂറി പരാമർശം ഗ്രന്ഥകർത്താവ് രാജേഷ് കെ എരുമേലിക്കാണ്. ലേഖനം മരണവും മരണാനന്തരവും ജീവനുകളോട് പറയുന്നു. ഇതാണ് പ്രത്യേക പരാമർശത്തിന് അർഹരായത്. കുട്ടികളുടെ 4 ചിത്രങ്ങൾ ഉൾപ്പെടെ 104 ചിത്രങ്ങളാണ് അവാർഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി എത്തിയത്. അതിൽ 57 ചിത്രങ്ങൾ പുതുമുഖങ്ങളുടേതായിരുന്നു. 3 സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് 3 കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. ഈ 3 കമ്മിറ്റികളും തെരഞ്ഞെടുത്ത 20 സിനിമകളാണ് എല്ലാ ജൂറി അംഗങ്ങളും ഒന്നിച്ചിരുന്ന് കാണുകയും അന്തിമ വിധി നിർണയത്തിലെത്തുകയും ചെയ്യുന്നു. ചില അവാർഡുകൾ: മികച്ച കഥാചിത്രം കാന്തൻ, ദി ലവർ ഓഫ് കളർ, സംവിധായകൻ ഷെരീഫ് സി, നിർമ്മാതാവും അദ്ദേഹത്തെ. മികച്ച നിർമ്മാതാവിന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. അതേ പടത്തിലെ സംവിധായകന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഷെരീഫ് സി, കാന്തൻ, ദി ലവർ ഓഫ് കളർ, കാന്തൻ, ദി ലവർ ഓഫ് കളർ, മികച്ച കഥാചിത്രം. രണ്ടാമത്തെ മികച്ച ചിത്രം ഒരു ഞായറാഴ്ച, സംവിധായകൻ ശ്യാമപ്രസാദ്, നിർമ്മാതാവ് ശരത് ചന്ദ്രൻ നായർ. നിർമ്മാതാവിന് 1,50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇതേ തുക തന്നെ സംവിധായകനും ലഭിക്കും. 3 മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്. ചിത്രം ഒരു ഞായറാഴ്ച, 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജയസൂര്യ. ചിത്രങ്ങൾ: ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി. ക്യാപ്റ്റൻ എന്ന് പറയുന്ന പടം നമ്മുടെ അന്തരിച്ചുപോയ VP സത്യന്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൃദയസ്പൃക്കായ ഒരു കഥയാണ്. ഞാൻ മേരിക്കുട്ടി ട്രാൻസ്ജെൻഡറിന്റെ കഥ പറയുന്ന ഒരു പടമാണ്. ഒരു വ്യത്യസ്ത മൗലികമായ അഭിനയമായി പ്രേക്ഷകർ കണ്ടത്. മികച്ച നടന്മാർ 2 പേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ.
സുഡാനി ഫ്രം നൈജീരിയ. സെവൻസ് ഫുട്ബോൾ ടീമിന്റെ മാനേജറായിട്ടാണ് തോന്നില്ലേ അഭിനയിച്ചത്. ഈ രണ്ട് കഥാപാത്രങ്ങളും കേരളത്തിലെ പ്രേക്ഷകർ പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചതാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതിന്റെ ഭാഗമായി അവർ മികച്ച നടി നിമിഷ സജയൻ. ചിത്രങ്ങൾ ചോല, ഒരു കുപ്രസിദ്ധ പയ്യൻ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ ജോജു ജോർജ്. ചിത്രങ്ങൾ ചോല, ജോസഫ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി സാവിത്രി ശ്രീധരൻ. 2 പേരുണ്ട്. സരസ ബാലുശ്ശേരി. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം ആൾ മാസ്റ്റർ റിതുൻ. ചിത്രം അപ്പുവിന്റെ സത്യാന്വേഷണം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 9 മികച്ച ബാലതാരം പെൺ അവനിയാദി. ചിത്രം പന്ത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കഥാകൃത്ത് ജോയി മാത്യു. ചിത്രം അങ്കിൾ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ക്യാമറാമാൻ കെ.യു. മോഹനൻ. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥാകൃത്ത് സക്കറിയ മുഹസിൻ ബരാരി. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഗാനരചയിതാവ് B.K. ഹരിനാരായണൻ. ചിത്രങ്ങൾ തീവണ്ടി, ജോസഫ്. ഗാനങ്ങൾ എന്ന് പറയുന്നത് ജീവാംശമായി താനെ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് കണ്ണത്താ ദൂരം, ജോസഫ്. കണ്ണത്താ ദൂരം ജോസഫിൻ്റെത്, മറ്റൊരു തീവണ്ടി. മികച്ച സംഗീത സംവിധായകൻ ഗാനം വിശാൽ ഭരദ്വാജ്. ഗാനം കാർബണിലെ എല്ലാ ഗാനങ്ങളും. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച